Good morning. So today we will see redemption out of fresh issue of shares and profit. That is, there are three important sources. That is, redemption can be either out of profit or out of fresh issue or partly out of profit and partly out of fresh issue. So this is the third one. So redemption out of fresh issue and profit. So this is the most practical method of redemption. Under this method, the company redeemed the preference shares partly from fresh issue of shares and partly out of revenue profits or undistributed profit. So certain steps are involved. The first step is determine the amount payable on redemption of preference shares. Second is decide the amount of fresh issue of shares to be made. Then ascertain the amount to be transferred to capital redemption reserve account out of revenue profit. Okay, so importantly, or there are mainly three different steps. That is, determine the amount payable on redemption of preference shares. ആദ്യം പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാനുള്ള എമൗണ്ട് ഡിസൈഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൽ എത്ര എമൗണ്ട് ഫ്രഷ് ഇഷ്യൂ എന്ന് റേസ് ചെയ്യാം, എത്ര എമൗണ്ട് പ്രോഫിറ്റ്സ് എന്ന് റേസ് ചെയ്യാം എന്നറിയണം. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ്സ് എടുക്കുന്നതാണ് എങ്കിൽ എത്ര എമൗണ്ട് ആണ് നമ്മൾ ആ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നാണ് ഡിസൈഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ഈ രണ്ട് എമൗണ്ടുകളും നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഒന്ന് ഫ്രഷ് ഇഷ്യൂന്ന് റേസ് ചെയ്യേണ്ട എമൗണ്ട്, അതേപോലെ തന്നെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട്. അത് കാണാനുള്ള സ്റ്റെപ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് റിഡീംഡ്. ആദ്യം റിഡീം ചെയ്യേണ്ട എമൗണ്ട് ഡിസൈഡ് ചെയ്യുക. ദെൻ ലെസ് പ്രൊസീഡ്സ് ഫ്രം ഫ്രഷ് ഇഷ്യൂ. സോ ദ ബാലൻസ് വിൽ ബി റിഡീംഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ഈ എമൗണ്ട് ആയിരിക്കും നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നേരെ റിവേഴ്സ് ആണെങ്കിൽ ഇഫ് പ്രൊസീഡ്സ് ടു ബി കളക്റ്റഡ് ഫ്രം ഫ്രഷ് ഇഷ്യൂ ഇസ് നോട്ട് ഡിസൈഡഡ്, then it can be ascertained as follows: face value of shares redeemed, then less redemption out of profit, so the balance will be redeemed out of fresh issue. That is, proceeds to be collected from fresh issue. എന്ന് വെച്ചാൽ എത്ര പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യേണ്ട എമൗണ്ട് ഡിസൈഡ് ചെയ്താൽ പിന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് എത്ര എമൗണ്ട് ഫ്രഷ് ഇഷ്യൂ എന്ന് റേസ് ചെയ്യാം, എത്ര എമൗണ്ട് പ്രോഫിറ്റ്സ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റ്സ് റിഡീം ചെയ്യേണ്ടതാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ടോട്ടൽ എമൗണ്ടിന്ന് ഫ്രഷ് ഇഷ്യൂ മൈനസ് ചെയ്താൽ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് റിഡീം ചെയ്യേണ്ട എമൗണ്ട് കിട്ടും. അതേപോലെ നേരെ തിരിച്ചിട്ട് പ്രോഫിറ്റ്സ് എടുത്തിട്ട് റിഡീം ചെയ്യേണ്ട എമൗണ്ടാണ് നമ്മൾ അറിയുന്നതെങ്കിൽ ടോട്ടലിൽ നിന്ന് അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ എമൗണ്ട് ടു ബി കളക്റ്റഡ് ഫ്രം ഫ്രഷ് ഇഷ്യൂ. ഓക്കെ, നൗ വി വിൽ ഡിസ്കസ് വൺ പ്രോബ്ലം. So this is the question. X Limited has a part of its share capital in 1000 redeemable preference shares of rupees 100 each. The shares have now become due for redemption. It has been discovered that the company's reserve fund amounts to rupees 75,000. Then 50,000 out of which has been decided to be utilized in connection with redemption, the balance being met out of fresh issue of sufficient number of equity shares of rupees 20 each fully paid. You are requested to give the journal entries recording the above transaction. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1000 അറ്റ് ദ റേറ്റ് ഓഫ് rupees 100 ആണ് ഉള്ളത്, അതായത് 1 lakh. Now the shares has now become due for redemption. It has been discovered that company's reserve fund amounts to 75,000. അപ്പോൾ 75,000 rupees കമ്പനിയുടെ റിസർവ് ഫണ്ടിലുണ്ട്. ഈ 75,000 50,000 റുപ്പീസ് നമുക്ക് റിഡംഷന് യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ബാലൻസ് എമൗണ്ട് നമ്മൾ ഫ്രഷ് ഇഷ്യൂയിലൂടെ റേസ് ചെയ്യണം. ദെൻ ഇക്വിറ്റി ഷെയർസിൻ്റെ ഫേസ് വാല്യൂ തന്നിട്ടുണ്ട് 20 റുപ്പീസ് ആണ്. ആൻഡ് യു ആർ റിക്വയർഡ് ടു പാസ് നെസസറി ജേർണൽ എൻട്രീസ്. അപ്പോൾ ജേർണൽ എൻട്രീസ് നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് വേണ്ടി വരിക. ഒന്ന്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി വേണ്ടി വരും. രണ്ടാമത്തത് ഫ്രഷ് ഇഷ്യൂവിൻ്റെ എൻട്രി ആവശ്യമുണ്ട്. ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ എമൗണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യണം. ഇത്രയും ജേർണൽ എൻട്രീസ് ആണ് ആവശ്യം ഉണ്ടാവുക. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് എത്രയാണ്, നമുക്ക് സ്റ്റെപ്സ് അറിയാം. ആദ്യം ഡിസൈഡ് ദ എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ. എത്ര എമൗണ്ട് റിഡംഷൻ ആവശ്യമുണ്ട് നോക്കണം. അതിൽ എത്ര എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ്സ് എടുക്കണം നോക്കണം. എത്ര എമൗണ്ട് നമ്മൾ ഫ്രഷ് ഇഷ്യൂയിലൂടെ റേസ് ചെയ്യണം നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ redeemable preference shares 1000 at the rate of rupees 100 ആണുള്ളത്. So that amounts to
1 lakh. Then പിന്നെ പറഞ്ഞിരിക്കുന്നത് റിസർവ് ഫണ്ടിൽ 75,000 റുപ്പീസ് ഉണ്ട്. അതിൽ 50,000 റുപ്പീസ് നമുക്ക് റിഡംഷന് യൂസ് ചെയ്യാം. അപ്പോൾ ബാലൻസ് എമൗണ്ട് 50,000 റുപ്പീസ് നമ്മൾ എങ്ങനെ വേണം? ഫ്രഷ് ഇഷ്യൂയിലൂടെ റേസ് ചെയ്യണം. ആ 50,000 റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഫേസ് വാല്യൂ തന്നിട്ടുണ്ട് 20 റുപ്പീസ് ആണ്. അപ്പോൾ ഇവിടെ എല്ലാം പാറാണ്, പ്രീമിയം ഒന്നുമില്ല. അപ്പോൾ ആദ്യം എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി റെഡീംഡ് 1000. Now redemption out of profit, that is 50,000 എന്ന് വെച്ചാൽ 75,000 റുപ്പീസ് റിസർവ് ഫണ്ടിൽ ഉള്ളതിൽ 50,000 റുപ്പീസ് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 50,000. ദെൻ നൗ റിമൈനിങ് 50,000 ദാറ്റ് ഈസ് റെഡീമബിൾ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ. അപ്പോൾ ബാക്കിയുള്ള 50,000 റുപ്പീസ് നമുക്ക് ഫ്രഷ് ഇഷ്യൂ എന്നാണ് റേസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് 1 lakh. ദെൻ 50,000 പ്രോഫിറ്റ് എന്ന് 50,000 ഫ്രഷ് ഇഷ്യൂ എന്ന്. ദെൻ വാല്യൂ പെർ ഷെയർ എന്ന് പറയുമ്പോൾ 20 റുപ്പീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ 20 റുപ്പീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 50,000 ഡിവൈഡ് ബൈ 20, 2,500 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടി വരിക ഫോർ ദ പർപ്പസ് ഓഫ് റിഡംഷൻ. നൗ വിൽ സീ ദ ജേണൽ എൻട്രി. ഇതാണ് ജേണൽ എൻട്രി പറഞ്ഞിരിക്കുന്നത്. ആദ്യം റിസർവ് ഫണ്ടിൽ നിന്ന് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ റിസർവ് ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 50,000. ദെൻ റിമൈനിങ് 50,000 നമ്മൾ ഫ്രഷ് ഇഷ്യൂ ആണ്. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 50,000. ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്നത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 1 lakh. അവർക്ക് പേയ്മെന്റ് നടത്തുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 1 lakh. ഇത്രയുമാണ് ജേണൽ എൻട്രീസ്. ഇത് ഔട്ട് ഓഫ് പ്രോഫിറ്റും ഇത് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ. ഇതാണ് റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റിന്റെ കേസിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഫ്രഷ് ഇഷ്യൂ നമ്മൾ എമൗണ്ട് റേസ് ചെയ്യും. ദെൻ വിൽ ട്രാൻസ്ഫർ ദ എമൗണ്ട് ടു ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഫൈനലി വി വിൽ സെറ്റിൽ ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, താങ്ക് യു.